മുഹമ്മദ് സുബൈർ ഒറ്റയാൽ പോരാട്ടം നടത്തുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി. നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം അഴിച്ചുവിടുന്ന ഓരോ നുണക്കഥകളെയും പൊളിച്ചടുക്കുകയാണ് മുഹമ്മദ് സുബൈർ. ഇത്രയും കാലം സംഘികളുടെ ശത്രുവായിരുന്ന, ഭീകരവാദിയാണെന്ന് മുദ്രകുത്തിയിരുന്ന മുഹമ്മദ് സുബൈർ ഇപ്പോൾ അതേ സംഘികളുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ്. ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ സഹസ്ഥാപകനാണ് മുഹമ്മദ് സുബൈർ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഓരോ കളവുകളെയും അത് കൃത്യമായി കണ്ടെത്തി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് സുബൈർ. നമുക്കറിയാം, ഇന്ത്യ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ തിരിച്ചടി. ആ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാനികൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി വളരെയധികം വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റാഫേൽ വിമാനം തകർത്തിട്ടുവെന്നും ഇന്ത്യയിൽ ബോംബാക്രമണം നടത്തിയെന്നൊക്കെയുള്ള രീതിയിൽ പച്ചനുണകൾ പാകിസ്ഥാനികൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഓരോ കള്ളങ്ങളെയും എണ്ണി ഓരോന്നായി തകർത്തെറിയുകയാണ് മുഹമ്മദ് സുബൈർ. നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കൂടി പലതരം വാർത്തകൾ വരാറുണ്ട്. അതിൽ സത്യമായ വാർത്തകളും അസത്യമായ പല വാർത്തകളും വ്യാജ വാർത്തകളൊക്കെ വരാറുണ്ട്. അത്തരം വ്യാജ വാർത്തകളെ പലപ്പോഴായി മുഹമ്മദ് സുബൈർ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിൽ സംഘികൾ പലതരത്തിലുള്ള നുണക്കഥകൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചപ്പോൾ ആ നുണക്കഥകളെ ഓരോന്നായി കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ സംഘികൾ അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കി മാറ്റി. അതിൻ്റെ പേരിൽ പല കേസുകളും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുണ്ട്. എന്തിനേറെ, ആ മനുഷ്യനെ അന്ന് അവർ ജയിലിലടക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ആകാശത്തിലൂടെ തീമഴ വർഷിപ്പിച്ച് പാകിസ്ഥാൻ ഭീകരവാദികളുടെ കോട്ടകൾ തകർക്കുമ്പോൾ മറുവശത്ത് മുഹമ്മദ് സുബൈർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പാകിസ്ഥാനികൾക്കെതിരെ സൈബർ യുദ്ധം നടത്തുകയാണ്. അറിയണം നാം ഓരോരുത്തരും ആരാണ് മുഹമ്മദ് സുബൈർ എന്ന്. പാകിസ്ഥാനിൽ ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ ആയുധം വർഷിക്കുമ്പോൾ വ്യാജ വിവരങ്ങളാൽ അവയെ നേരിടാനിറങ്ങിയ പാക് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളെ നേരിട്ടത് മുഹമ്മദ് സുബൈർ എന്ന ഒറ്റയാൾ പട്ടാളമായിരുന്നു. സൈന്യത്തിനൊപ്പം അയാളും രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുകയാണ്. സത്യമെന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ അസത്യങ്ങളാണെന്ന് വസ്തുതകൾ നിരത്തി സുബൈർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രി മുഴുവനും ഇത് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെയാണ് ആൾട്ട് സുബൈർ വിസ്മയിപ്പിച്ചത്. രാജ്യത്തിനകത്തെ ശത്രുക്കളുടെ വ്യാജ വാർത്തകൾ നിരന്തരം പൊളിച്ചടുക്കിയിട്ടുണ്ട് സുബൈർ. ഹിന്ദുത്വ സംഘടനകളുടെ പല കലാപശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയതും ഇതേ സുബൈറായിരുന്നു. പല വ്യാജ വാർത്തകളും വ്യാജ അവകാശവാദങ്ങളും അയാൾ പൊളിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ നമ്മുടെ സൈന്യം പോരാടുകയായിരുന്നു. അതേ സമയത്ത് തന്നെ തനിക്ക് വൈദഗ്ധ്യമുള്ള പണി ഏറ്റവും വൃത്തിയായി ചെയ്ത് രാജ്യത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങുകയാണ് സുബൈർ. ട്വിറ്ററിൽ നോക്കിയാൽ അറിയാം അയാൾക്ക് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ. അന്ന് തെറിവിളിച്ചവർക്ക് ഇന്നയാൾ ഹീറോയായി മാറുകയാണ്. BJP IT സെല്ലിൽ നിന്ന് വാട്സപ്പിലേക്കും മറ്റു സമൂഹ മാധ്യമങ്ങളിലേക്കും കുത്തിയൊഴുകിയിരുന്ന വ്യാജ വാർത്തകൾ പലതും തുറന്നു കാട്ടി സംഘികളുടെ ശത്രുവായി മാറിയ ആൾട്ട് ന്യൂസിൻ്റെ മുഹമ്മദ് സുബൈർ ഒന്ന് ഇരുട്ട് നേരം വെളുത്തപ്പോഴേക്കും അവരുടെ കണ്ണിലുണിയായി മാറുകയാണ്. ആൾട്ട് ന്യൂസിന് കഴിഞ്ഞ വർഷം നോബേൽ സമ്മാനത്തിനുള്ള നോമിനേഷൻ പോലും കിട്ടിയിരുന്നുവെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യാജ വാർത്തകൾക്കെതിരെയുള്ള പോരാട്ടമാണ് സുബൈറിൻ്റെ ജീവിതം. ആ പോരാട്ടം കൊണ്ട് അദ്ദേഹം നേടിയിട്ടുള്ളത് കേസുകളും ഭീഷണികളും സൈബർ ആക്രമണങ്ങളും മാത്രമാണ്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അതൊക്കെ മാറിമറിഞ്ഞു. അതേ സംഘികളുടെ ഹീറോയായി മാറിയ അദ്ദേഹം അതിർത്തിയിൽ നമ്മുടെ പട്ടാളം ഭീകരരുടെ താവളങ്ങൾക്കെതിരെ പൊരുതിക്കൊണ്ടിരുന്ന രാത്രിയിൽ ഒരു ഒറ്റയാൽ പട്ടാളം കണക്കെ ഉറക്കമൊഴിച്ച് സുബൈറും പൊരുതിക്കൊണ്ടേയിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ വാർത്തകൾക്കെതിരെ. ആ രാത്രിയിൽ മാത്രം പാകിസ്ഥാനികളുടെ 50ഓളം കള്ളത്തരങ്ങളെ സുബൈർ പൊളിച്ചടുക്കി. സുബൈറിനെ തീവ്രവാദിയും ഭീകരനുമാക്കി ചിത്രീകരിക്കാൻ മത്സരിച്ചിരുന്ന ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ രാത്രിയിൽ സുബൈറിൻ്റെ പൊളിച്ചെടുക്കൽ ട്വീറ്റുകൾക്ക് വേണ്ടി കാത്തിരുന്നു. അവയെല്ലാം വാർത്തയാക്കി. സാക്ഷി ജോഷിയുമായുള്ള സംഭാഷണത്തിൽ സുബൈർ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ആർമി ജനറൽമാർ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയും മറ്റും പേരുമാറ്റിയുമൊക്കെ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ അടിച്ചിട്ടുവെന്ന് ആർമി ജനറൽമാർ തന്നെ സ്ഥിരീകരിക്കുന്ന രൂപത്തിലുള്ള വ്യാജങ്ങൾ അതൊക്കെയും സുബൈർ കയ്യോടെ പിടിച്ച് പൊളിച്ചുകൊണ്ടിരുന്നു. ഏതോ കാലത്ത് വിമാനം തകർന്നു വീണതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഇന്ത്യൻ റാഫേൽ വിമാനങ്ങൾ അടിച്ചിട്ടുവെന്ന് പാകിസ്ഥാനികൾ വ്യാജം പ്രചരിപ്പിച്ചപ്പോൾ സുബൈറും ആൾട്ട് ന്യൂസിൻ്റെ ടീമും അവയൊക്കെ മിനിറ്റുകൾ കൊണ്ട് പൊളിച്ചുകൊണ്ടിരുന്നു. ആ വീഡിയോകളുടെ യഥാർത്ഥ ഉറവിടങ്ങൾ ദിവസവും തീയതിയും വെച്ച് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മാറിയ ലോകത്തിൽ ഫീൽഡിലെ യുദ്ധത്തോളം തന്നെ പ്രധാനമാണ് ഇൻഫർമേഷൻ യുദ്ധവുമെന്ന് തിരിച്ചറിഞ്ഞുള്ള കൃത്യമായ ഇടപെടലുകളായിരുന്നു അത്. സുബൈർ പറയുന്നുണ്ട്, സ്വന്തം ഹാൻഡിലിൽ ട്വീറ്റ് ചെയ്യുക മാത്രമല്ല താൻ ചെയ്തത്,
വ്യാജ ട്വീറ്റുകൾ വരുന്ന ഹാൻഡിലുകളിൽ പോയി അവിടെയും അത് വ്യാജമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഉദ്ദേശ്യം കൃത്യമായിരുന്നു. ഈ വാർത്ത വ്യാജമാണെന്ന് ആ ഹാൻഡിൽ ഫോളോ ചെയ്യുന്നവരെ കൂടി അറിയിക്കുക. സുബൈറിൻ്റെ ഫോളോവേഴ്സ് മാത്രം കാര്യങ്ങളറിഞ്ഞാൽ പോരല്ലോ. ഹാമിദ് മീറിനെ പോലുള്ള പാകിസ്ഥാനിലെ സീനിയർ ജേർണലിസ്റ്റുകളുടെ പ്രൊഫൈലുകളിൽ പോയി അവർ പ്രചരിപ്പിച്ച വ്യാജങ്ങൾക്കെതിരെ സുബൈർ എഴുതിവിട്ടു. ഭാര്യാപിതാവ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നതിനാൽ അവിടെയായിരുന്നു ആ രാത്രിയിൽ സുബൈർ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വാർത്ത അറിഞ്ഞ അയാൾ ആശുപത്രി വിട്ട് ഓടിയെത്തിയത് ആ നിർണായക രാത്രിയിലെ ഒറ്റയാൽ പോരാട്ടത്തിനാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഇൻഫർമേഷൻ വാർ എന്നാണ് ഒരു മാധ്യമം സുബൈറിനെ വിശേഷിപ്പിച്ചത്. സുബൈറിനെ പലതവണ വ്യാജ കേസുകൾ ചമച്ച് അറസ്റ്റ് ചെയ്തപ്പോഴും അയാൾക്കെതിരെ അന്വേഷണ ഏജൻസികൾ നീങ്ങിയപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിട്ടപ്പോഴും ഈ പ്രൊഫൈലിൽ അയാൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുബൈർ അയാളെ വേട്ടയാടിയവരാൽ തന്നെ അനുമോദിക്കപ്പെടുന്ന ഈ അവസരത്തിൽ അത് കുറിച്ചിടാതെ പോകാൻ കഴിയില്ല. സംഘികളെ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഫേക്ക് ന്യൂസുകൾ വാട്സപ്പുകളിലൂടെ ഒഴുക്കിക്കൊണ്ടിരുന്നപ്പോൾ അവ പൊളിച്ചടുക്കിയ അതേ സുബൈറാണ് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ വ്യാജങ്ങളും പൊളിച്ചടുക്കുന്നത്. അയാളുടെ പോരാട്ടം വ്യാജന്മാർക്കെതിരെയാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സുബൈറിനെ പിന്തുണയ്ക്കാൻ വാർത്തയുടെ നൈതികതയിൽ വിശ്വസിക്കുന്ന മനുഷ്യർ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് വന്നത്. അപ്പോൾ അവരെയൊക്കെയും പരിഹസിച്ച നിങ്ങൾക്ക് വ്യാജവാർത്തകൾ ഏൽപ്പിക്കുന്ന പ്രഹരമെന്തെന്ന് തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ദൂർ വേണ്ടിവന്നു എന്ന് മാത്രം. ഇന്ത്യ ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്ന മുസ്ലിം സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഏതെങ്കിലും ഒരാളുടെ പിൻതലമുറക്കാരനായിരിക്കട്ടെ മുഹമ്മദ് സുബൈർ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അജാദ് ഹീറോയിസമാണ് ഈ മനുഷ്യൻ രാജ്യത്തിനു വേണ്ടി കാണിക്കുന്നത്. ഈ 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇതിലൊന്ന് മുഹമ്മദ് സുബൈർ, മറ്റൊന്ന് മാത്യു സാമുവൽ. പാകിസ്ഥാൻ ചൈനീസ് പ്രോപ്പഗണ്ടകൾ പൊളിച്ചെടുക്കുന്ന ഫാക്ട് ചെക്ക് വഴി നുണപ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന ജോലിയാണ് മുഹമ്മദ് സുബൈർ ചെയ്യുന്നത് എങ്കിൽ മാത്യു സാമുവൽ ചെയ്യുന്നത് മറ്റൊന്നാണ്. പാകിസ്ഥാൻ ചൈനീസ് പ്രൊപ്പഗണ്ടകൾ ഏറ്റെടുത്ത് ഇന്ത്യൻ സൈന്യത്തെ മോശമാക്കുന്ന വീഡിയോകളാണ് ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന വർഗീയവാദി യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായി ഫാക്ട് ചെക്ക് ചെയ്യുന്ന ആൾട്ട് ന്യൂസിലെ മുഹമ്മദ് സുബൈറിന് നേരിട്ട കടുത്ത എതിർപ്പുകൾക്ക് കയ്യും കണക്കുമില്ല. കാരണം പരത്തിവിടുന്ന സകല പൊട്ട ന്യൂസുകളും അയാൾ പൊളിച്ച് കയ്യിൽ കൊടുക്കുമായിരുന്നു. വിദ്വേഷത്തിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ വ്യത്യസ്തനായി മാറുകയാണ് മുഹമ്മദ് സുബൈർ. ഇന്ത്യയിൽ സംഘികളുടെ വിഷം തുപ്പൽ നിരന്തരം പൊളിച്ചടുക്കിയതിൻ്റെ പേരിൽ ഡസൻ കണക്കിന് FIRകൾ ചുമക്കേണ്ടി വന്ന, ജയിലിൽ തള്ളപ്പെട്ട ഈ നിമിഷം പോലും വേട്ടക്കിരയാകുന്ന മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കറെ കുറേ സംഘികളെങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങൾ മിക്കതും യുദ്ധവെറി ആഘോഷിക്കുമ്പോൾ സുബൈർ രാജ്യ താൽപ്പര്യത്തിന് മുൻഗണന നൽകുകയാണ്. സുബൈറിനെതിരെ വെറുപ്പിൻ്റെ പരമോന്നതി പ്രചരിപ്പിച്ച രാജ്യസ്നേഹികളിൽ ചിലരെങ്കിലും കഴിഞ്ഞ 36 മണിക്കൂറുകളിൽ സബാഷ് സുബൈർ എന്ന് പറയുകയാണ്.